ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ വീരനായകനായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ 128-ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ കുറച്ച് വാചകങ്ങൾ ഇപ്പോൾ രാജ്യത്തെ ചർച്ചാ വിഷയങ്ങളിലൊന്നാണല്ലോ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചരമദിനം 1945 ഓഗസ്റ്റ് 18 എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നേതാജിയുടെ മരണത്തെ സംബന്ധിച്ച് വ്യക്തവും ആധികാരികവുമായ ഒരു രേഖയും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പരക്കെ വിമർശിക്കപ്പെടുകയും വർഷങ്ങളായി രാജ്യം തേടിക്കൊണ്ടിരുന്ന ആ ചോദ്യം വീണ്ടും വാർത്തയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ശരിക്കും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ലഭ്യമായ എല്ലാ വസ്തുതകളെയും വച്ച് പരിശോധിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. 1897 ജനുവരി 23-ന് ഒറീസയിലെ കട്ടക്കിൽ ജാനകിനാഥ ബോസിൻ്റെയും പ്രഭാവതി ദേവിയുടെയും 6ാമത്തെ മകനായാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് നടത്തിവന്ന ഒരു യൂറോപ്യൻ മാതൃകയുള്ള സ്കൂളിലായിരുന്നു ബോസിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. പ്രസിഡൻസി കോളേജിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബോസ് പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉപരിപഠനവും നേടി. 1920-ൽ സിവിൽ സർവീസ് പാസ്സായ സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ വ്യക്തിജീവിതത്തേക്കാൾ രാജ്യസേവനത്തിന് ഊന്നൽ നൽകിയത് കാരണം സിവിൽ സർവീസ് ഉപേക്ഷിച്ചു. ശേഷം 1921-ൽ അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസ് ചേരുകയും എന്നാൽ ഗാന്ധിജിയുടെ സമരരീതികളോട് അഹിംസയിലൂന്നിയുള്ള സമരരീതികളോട് പൊരുത്തപ്പെടാനാവാതെ വിഷമിക്കുകയും ചെയ്തു. അതിനാൽ മോട്ടിലാൽ നെഹ്റു, ചിത്തരഞ്ജൻ ദാസ് എന്നീ സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് അദ്ദേഹം 1921-ലെ വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിഷേധം നടത്തുകയും അങ്ങനെ അറസ്റ്റിലാവുകയും ചെയ്തു. 1938-ൽ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ബോസ് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം 1939-ൽ സ്ഥാനം രാജിവെക്കുകയും പിന്നീട് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയും തങ്ങളുടെ യുദ്ധ പങ്കാളിയാക്കിയത് ബോസിനെ ചൊടിപ്പിക്കുകയും അങ്ങനെ പ്രതിഷേധത്താൽ വീണ്ടും ജയിലിലാവുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം 1941-ൽ ബോസ് ഇന്ത്യ വിടുകയും പാകിസ്ഥാനിലെത്തി. പിന്നീട് പാകിസ്ഥാനിൽ നിന്നും സിയാവുദ്ദീൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിലെത്തുകയും ചെയ്തു. അവിടെ നിന്നും ഒർലാൻഡോ മൊസാട്ട എന്ന പേരിൽ ഇറ്റലിക്കാരനായി മോസ്കോയിലെത്തിയ ബോസ് പിന്നീട് റോമിലും ഒടുവിൽ ജർമ്മനിയിലും എത്തിച്ചേർന്നു. ജർമ്മൻ അധികൃതരുമായി മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ച ബോസ് യൂറോപ്പിലുണ്ടായിരുന്ന ഇന്ത്യക്കാരെയും ഉത്തരാഫ്രിക്കയിൽ തടവിലാകപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനികരെയും സംഘടിപ്പിച്ച് 4500 സൈനികരുടെ അംഗബലമുള്ള ഇന്ത്യൻ ലീജിയൻ എന്നൊരു സേനാ ഘടകം രൂപീകരിച്ചു. അവിടെ നിന്നാണ് ബോസിന് നേതാജി എന്ന വിളിപ്പേര് ലഭിച്ചത്. പിന്നീട് 1941-ൽ ഫ്രീ ഇന്ത്യ സെൻറ്റർ, അതായത് സ്വതന്ത്ര ഭാരത കേന്ദ്രം സ്ഥാപിച്ച ബോസിന് OC നമ്പ്യാർ, NG ഗണപതി, MR വ്യാസ്, ആബിദ് ഹസൻ, ഗിരിജ മുഖർജി എന്നിവർ അനുയായികളായി. ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയുടെ സഹായത്തോടെ ഇന്ത്യയെ മോചിപ്പിക്കാം എന്നായിരുന്നു ബോസിൻ്റെ കണക്കുകൂട്ടൽ. ഹിറ്റ്ലറിൻ്റെ ജൂതവിരുദ്ധ സമീപനവും ജനാധിപത്യ വിരുദ്ധ നയങ്ങളും ബോസിന് ദഹിക്കാനാവുന്നതായിരുന്നില്ല. അതിനാൽ ബോസ് ജർമ്മനി വിട്ട് ജപ്പാനിലെത്താനും ജപ്പാൻ സഹായത്തോടെ ഒരു വിമോചന സേന രൂപീകരിക്കാനും പദ്ധതിയിട്ടു. അങ്ങനെ 1943-ൽ ജർമ്മനി വിട്ട ബോസ് ജപ്പാനിലേക്ക് തിരിച്ചു. U-180 എന്ന ജർമ്മൻ അന്തർവാഹിനിയിൽ യാത്ര തിരിച്ച ബോസ് ഇടയ്ക്ക് വെച്ച് I-29 എന്ന ജാപ്പനീസ് മുങ്ങിക്കപ്പലിൽ കയറുകയും അങ്ങനെ 1943 മെയ് 6-ന് സുമാത്ര ദ്വീപിലെത്തുകയും പിന്നീട് മെയ് 12-ന് ടോക്കിയോയിലെത്തുകയും ചെയ്തു. ജപ്പാൻ പ്രധാനമന്ത്രിയുമായി മികച്ച ആത്മബന്ധം സ്ഥാപിച്ച ബോസ് 1943 ജൂൺ 23-ന് റാഷ് ബിഹാരി ബോസ്, ആബിദ് ഹസൻ, കേണൽ യാമമോട്ടോ എന്നിവരോടൊപ്പം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. 1943 ജൂലൈ 4-ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടനയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയതായി റാഷ് ബിഹാരി ബോസ് പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം ജൂലൈ 5-ന് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നു. പ്രഖ്യാപനം നടത്തിയത് റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. മലയാളികളായ ക്യാപ്റ്റൻ ലക്ഷ്മി, N രാഘവൻ, OC നമ്പ്യാർ, കണ്ണമ്പള്ളി കരുണാകര മേനോൻ, വക്കം അബ്ദുൽ ഖാദർ, NP നായർ എന്നിവർ INA-യിൽ അംഗങ്ങളായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി നേതൃത്വം നൽകിയ INA-യുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റ്, മിസസ് PK പൊതുവാൾ, നാരായണി അമ്മാൾ എന്നിവർ അംഗങ്ങളായിരുന്നു. 1943 ഒക്ടോബർ 21-ന് നേതാജി സിംഗപ്പൂരിൽ വെച്ച് താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിക്കുകയും രാഷ്ട്രത്തലവനായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ സ്വതന്ത്ര ഭാരത സർക്കാരിന് വിട്ടു നൽകുന്നതായി ജപ്പാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നേതാജി ആൻഡമാൻ ദ്വീപിന് ഷഹീദ് എന്നും നിക്കോബാർ ദ്വീപിന് സ്വരാജ് എന്നും പേര് നൽകുകയും ചെയ്തു.
1944 ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് ബ്രിട്ടനെതിരെ ആക്രമണം നടത്താൻ INA തീരുമാനിച്ചു. അങ്ങനെ ചിറ്റഗോങ്ങിലെത്തുകയും ഒരു ഏറ്റുമുട്ടലിന് ശേഷം INA ഘടകങ്ങൾ ഇന്ത്യയിൽ പ്രവേശിക്കുകയും ചെയ്തു. എങ്കിലും കൂടുതൽ ബ്രിട്ടീഷ് സേനയെ വരുത്തി ബ്രിട്ടീഷുകാർ തിരിച്ചടിക്കുകയും ഒടുവിൽ പിൻവാങ്ങേണ്ടി വന്നു. 1945 മെയ് 7-ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ബ്രിട്ടീഷ് സഖ്യകക്ഷികൾക്ക് മുന്നിൽ കീഴടങ്ങി. ആഗസ്റ്റ് 6-നും 9-നും ആറ്റം ബോംബ് വീണതോടെ ജപ്പാനും കീഴടങ്ങുകയും ജപ്പാന്റെ പിന്തുണ നഷ്ടമായത് നേതാജിയെ തളർത്തുകയും ചെയ്തു. പിന്നീട് ബോസിന് എന്താണ് സംഭവിച്ചത്? 1945 ഓഗസ്റ്റ് 18-ന് ബോസ് തായ്വാനിലെ ടെയ്ഹോക്കു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചു എന്നതാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗിക ഭാഷ്യം. എങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. പല കാലങ്ങളിലായി പല കമ്മീഷനുകളെ സർക്കാർ ഈ ഒരു തിരോധാനത്തിൻ്റെ ദുരൂഹത നീക്കാൻ നിയോഗിച്ചെങ്കിലും അവരും ബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണത്തിൽ എത്തിച്ചേർന്നു. പൊതുജന പ്രതിഷേധം കാരണം ഇത്തരം റിപ്പോർട്ടുകളെ ഗവൺമെൻറ്റിന് തള്ളിക്കളയേണ്ടി വന്നു. പിന്നീട് 1999-ൽ നിയമിതനായ മുഖർജി കമ്മീഷൻ വാഹനാപകടം നടന്നില്ലെന്നും ബോസ് മരിച്ചിട്ടില്ലെന്നും ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ബോസിൻ്റെയെന്ന് അവകാശപ്പെടുന്ന ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ അല്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. ബോസ് റഷ്യയിലേക്ക് കടന്നിരിക്കാം എന്നൊരു നിഗമനം കമ്മീഷൻ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇതും ഗവൺമെൻറ്റിന് ആധികാരികത ഇല്ലായ്മയുടെ പേരിൽ തള്ളിക്കളയേണ്ടി വന്നു. സുഭാഷ് ചന്ദ്രബോസും ഗുംനാമി ബാബയും ഒന്നാണോ? 1985-ൽ ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് സമീപം താമസിച്ചിരുന്ന സന്യാസിയായിരുന്നു ഗുംനാമി ബാബ. സ്വാമിയുടെ വേഷത്തിൽ കഴിഞ്ഞിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നൊരു പ്രചരണം പരക്കെ ഉണ്ടാവുകയും സന്യാസിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടെടുത്ത ഗവൺമെൻറ് അന്വേഷണ വിധേയമാക്കുകയും ചെയ്തു. പല്ലുകളുടെ DNA സ്ട്രക്ചർ പൊരുത്തക്കേടുണ്ടായിരുന്നതിനാൽ ഊഹാപോഹങ്ങൾ തെറ്റാണെന്ന് കമ്മീഷൻ വിധിച്ചു. എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം നടത്തിയ അന്വേഷണവും കൈയക്ഷര വിദഗ്ധനായ ഡോക്ടർ B. ലാൽ നടത്തിയ പരിശോധനയും സന്യാസി ബോസ് തന്നെയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഔദ്യോഗിക വിശദീകരണം നൽകാൻ ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. ഇതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതകഥ. മറ്റൊരു ഭാഗത്തിൽ കാണാം. താങ്ക് യു.